സാരംഗ്, തിരക്കിലാണോ? അല്ല, ഞാൻ വീട്ടിലുണ്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. ഇന്നോ? പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ. എന്താണ് പ്രത്യേകിച്ച്? സാരംഗ്, ഇങ്ങോട്ടൊന്ന് വരുമോ? ഞാൻ പറയാം. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഇറങ്ങണം. ഞാനും ഇറങ്ങുക. എനിക്കും അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഗൗരവങ്ങളൊക്കെ ഉള്ളതല്ലെങ്കിലും. എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വിളിച്ചത്. കുട്ടിച്ചൻ പറയൂ. കാര്യങ്ങൾ അല്പം വഷളാണല്ലോ രഞ്ജിത്തെ. കുട്ടികൾ വരെ സംശയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. താൻ അറിഞ്ഞല്ലോ അല്ലേ? ഉവ്വ. തനിക്ക് അങ്ങനെ പെട്ടെന്നൊരു പ്രതികരണത്തിനും പറ്റില്ല. പക്ഷേ രഞ്ജിത്ത് ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. മൈഥിലിയുടെ കുടുംബത്തിന്റെ നാശത്തിന് കാരണം അനാമികയാണെങ്കിൽ മാത്രം. അനാമികയെ കുറ്റം പറയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രഞ്ജിത്തിനെ ആയിരിക്കും കുറ്റപ്പെടുത്തുക. എനിക്കറിയാം. അപവാദങ്ങൾ ചെറുതായിരിക്കില്ല. ഭാര്യയെ ആദ്യം സ്നേഹിച്ചിരുന്നവനാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാളുടെ കൂടെ പിന്നെയും താൻ നടക്കുന്നതിന് നാട്ടുകാർ കൊടുക്കുന്ന വ്യാഖ്യാനം ചിലപ്പോ ചെവി പൊത്തിയാലും തീരില്ല. കാലം എത്ര മാറിയാലും മറ്റൊരുത്തന്റെ ജീവിതം തട്ടിപ്പറിക്കുന്നവരോട് എപ്പോഴും ആളുകൾക്ക് പരമ പുച്ഛമാ. താൻ നല്ലൊരു ചെറുപ്പക്കാരനാ. തന്നെ കുറിച്ച് ഇന്ന് വരെ ആരും ഒരു മോശം വാക്ക് പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. അതങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ശരിക്കും തൻ്റെ അവസ്ഥ കൈതമുള്ളിൽ പിടിച്ച പോലെയുണ്ട്. അങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് വലിച്ചാലും കയ്യിൽ മുള്ളുകൊള്ളും. ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടിച്ച. തീരുമാനം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് ഞാൻ തൻ്റെ പക്വതയ്ക്ക് വിടുക. തൻ്റെ തീരുമാനങ്ങൾ ആരെയും വേദനിപ്പിക്കരുത്. ഒരു കുടുംബത്തിന് ഒരുമിച്ച് ഒടുങ്ങേണ്ടി വരരുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത മായാലോകമാണ്. അത് നമ്മളെ പലതും കാണിച്ച് കൊതിപ്പിക്കും. ബാക്കിയുള്ളതെല്ലാം വിട്ട് നമ്മൾ അതിൻ്റെ പുറകെ പായും. ഒരു ഘട്ടം എത്തുമ്പോൾ മായാജാലക്കാരൻ എല്ലാം അങ്ങ് നിർത്തും. നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം മാത്രമായിരിക്കും. അപ്പോഴേക്കും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലും ആയിട്ടുണ്ടാവും. അനാമിക ഇപ്പോ അങ്ങനെ ഒരു യാത്രയിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സാരംഗ് ഒരു കുതിക്കുന്ന കുതിരയാണ്. കൂടെ ഓടിയെത്താൻ എളുപ്പമല്ല. മാത്രമല്ല, ആ പായുന്ന കുതിര കൂടെ നിൽക്കുന്നവരിൽ ആര് വീണാലും തിരിഞ്ഞു നോക്കില്ല. അതോടിക്കൊണ്ടേയിരിക്കും. വീണുപോകാൻ ഇടയുള്ളവർ സ്വയം സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തനിക്ക് ഈശ്വരൻ മനസാന്നിധ്യം തരട്ടെ. ഞാൻ കുട്ടിച്ചനെ വിളിക്കാം. വിളിച്ചോളൂ. പക്ഷേ ഇക്കാര്യത്തിൽ എന്നോട് ഉപദേശമൊന്നും ചോദിക്കരുത്. ഇത്തരം സമ്പ്രദായങ്ങൾ എനിക്ക് ഒട്ടും പരിചയമില്ല. അതുകൊണ്ടാ. അപ്പൊ ശരി. ഒഴിവാക്കാൻ പറ്റാത്ത തിരക്ക് വല്ലതും ആയിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിലും വരുമായിരുന്നില്ല. വരൂ. എന്തു പറ്റി? ഇവിടെ ആകെ പ്രശ്നമാ. ഇവിടെയോ? ഇവിടെ എന്ത് പ്രശ്നം? സാരംഗൊന്ന് രഞ്ജിത്തിനോട് ചോദിക്കണം. അന്ന് യദുവെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചു പോയതിനു ശേഷം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഒട്ടും നല്ലതല്ല. രഞ്ജിത്ത് പലപ്പോഴും എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, മിണ്ടാതെ നടക്കുക. ഞങ്ങൾ തമ്മിൽ എന്ത് സംസാരിച്ചു തുടങ്ങിയാലും അത് വഴക്കിലേക്ക് കടക്കുക. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ? അതിലെന്താ അത്ഭുതം? ഒരാളും പ്രതീക്ഷിക്കാത്ത സാരംഗ് മൈഥിലിയും തമ്മിൽ ഇത്രയൊക്കെ നടന്നില്ലേ? ബന്ധങ്ങൾ അങ്ങനെയാണ് സാരംഗ്. ഇടയ്ക്കൊന്ന് ഇളകും. വേർപെട്ടു പോകുന്ന അവസാനത്തെ ചരട് വരെ അത് ഇളകിയെന്ന് വരും. രഞ്ജിത്ത് എന്ന ഭർത്താവിൽ ഞാൻ കാണുന്ന ഒരുപാട് ക്വാളിറ്റികളുണ്ട്. അയാൾ അമിതമായ സ്വപ്നങ്ങൾ പറഞ്ഞെന്നെ കൊതിപ്പിക്കാറില്ല. നടക്കാത്ത സ്വപ്നങ്ങളുടെ
വലിയ ഭാണ്ഡങ്ങൾ ഉണ്ടാക്കാറില്ല. കിട്ടുന്ന ശമ്പളം അത് കൃത്യമായി ഉപയോഗിക്കും. പിന്നെ സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ 100%. എന്നിട്ടും യദുവിനെ പോലെ ഒരു കുഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉടൻ തുടങ്ങിയ സംശയം. അതെന്തുകൊണ്ട്? എന്നെക്കുറിച്ചും സാരംഗിനെ കുറിച്ചും നമ്മുടെ പഴയ ബന്ധത്തിനെ കുറിച്ചും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ മറ്റൊരു പുരുഷനെ ചേർത്ത് ഒരു കാരണവശാലും രഞ്ജിത്ത് എന്നെ സംശയിക്കില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ രഞ്ജിത്തിനോട് സംസാരിച്ചാൽ അത് പ്രശ്നമാവോ? അതിന് സാധ്യതയുണ്ട്. എങ്കിലും എന്നെ ഒഴിവാക്കിയേക്ക്. ഓ, ശുഭകാര്യങ്ങൾ മാത്രം ചെയ്യുന്നവനാണല്ലോ സാരംഗ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം സാരംഗ് തന്നെ പരിഹരിക്കണം. അതിലെനിക്ക് വേറെ അഭിപ്രായമൊന്നുമില്ല. കേട്ടല്ലോ? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞാൻ തന്നെ കാണാൻ വന്നതാ. വിഷ്ണുനന്ദൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ സഹായിക്കാനെന്ന വ്യാജേന മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രമിക്കരുതെന്ന്. നിങ്ങൾ എന്താ മിസ്റ്റർ കരുതിയത്? നിങ്ങൾ എന്തെങ്കിലും പദവി വെച്ച് നീട്ടിയ ഞാൻ എന്നെ തന്നെ തന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കുമെന്നോ? എടോ, ഇത്രയും കാലം ഞാൻ ജീവിച്ചതേ അഭിമാനത്തോടെയാ. അതേ അഭിമാനത്തോടെ തുടർന്നും ജീവിക്കാൻ പറ്റിയില്ലെങ്കിലേ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. വച്ചിട്ട് പോടോ അവന്റെ ഒരു സഹായം. അയ്യോ സോറി സാരംഗ്, ചിലരോടൊക്കെ പറയേണ്ടതേ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമാ. അവസരം കിട്ടുന്നവർ അത് ഉപയോഗിക്കുമ്പോ പ്രതികരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് അവസരം കൊടുക്കാതിരിക്കുന്നതല്ലേ. ഏതായാലും താനിരിക്കെ, ഞാനിപ്പോ വരാം. രഞ്ജിത്ത് ഫോണിൽ പറഞ്ഞത് എന്നെ തന്നെയാണ്. കാര്യങ്ങൾ അനാമിക പറഞ്ഞാലും രൂക്ഷമാണല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ സാരംഗ്? കളിച്ച് കളിച്ച് എന്റെ ജീവിതം ഇല്ലാതാവാൻ പോകുന്നത്. അനാമിക, ഞാൻ പറയുന്നത് പിന്നെ പറയൂ സാരംഗ്. അയ്യോ സോറി കേട്ടോ, ഞാനിപ്പം വരാൻ പാടില്ലായിരുന്നു അല്ലേ? രഞ്ജിത്ത് പ്ലീസ്, താൻ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാനും അനാമികയും തമ്മില് ഒന്നുമില്ല, അതല്ലേ പറയാൻ വന്നത്. ഒന്നുമില്ല, ഞാനത് വിശ്വസിച്ചു. അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ? അപ്പൊ പിന്നെ സാരംഗ് എന്തിനാ സമയം കളയുന്നത്? സാരംഗിന് തിരക്കുള്ളല്ലേ? ഓക്കെ സാരംഗ്. എടോ, ഞാനൊന്ന് പറയട്ടെ. എന്തിനാ? മനസ്സിലാവാത്തവർക്കല്ലേ രണ്ടാമതൊന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി സാരംഗ്, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ നിൽക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാ? താൻ ഇറങ്ങുന്നുണ്ടോ അതോ? തന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് രഞ്ജിത്ത്, പക്ഷെ ഇപ്പോ തന്റെ മൂഡ് ശരിയല്ല. രഞ്ജിത്ത്, സാരംഗിന്റെ വണ്ടി പഞ്ചറായി പോയി, ഇവിടെ ഇട്ടാണ് നന്നാക്കിയത്, അല്ലെങ്കിൽ റേഡിയേറ്ററിൽ വെള്ളം തീർന്നു പോയി, അങ്ങനെയൊന്നും പറഞ്ഞു കളയണ്ട. അതൊക്കെ പണ്ടുള്ളവരെ വലിച്ചെറിഞ്ഞ കാര്യങ്ങളാ. പിണക്കം വല്ലാത്തൊരു സൗകര്യം, കൂടുതൽ തന്നിഷ്ടങ്ങൾ ചെയ്യാൻ. ചെറിയ നീരുണ്ട്, അതെങ്ങനെയാ? ഒന്ന് ചെറുതായിട്ട് നിവർത്തിയും മടക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ നീ കേക്കൂ? ഇവിടെ ഈ കിടപ്പ് കിടന്നിട്ട് ഇനി കൈയും കാലും നിവർത്തിയിട്ട് എന്താ? ഞാനെങ്ങാനും ഇനി എഴുന്നേറ്റ് ഓടാൻ പോകുന്നുണ്ടോ? പറ്റില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാ പിന്നെ ഒന്നും പറ്റില്ല. അതല്ല, പറ്റുമെന്ന് വിചാരിച്ചാ അതിനൊരു 100 വഴിയുണ്ട്. ഞാനും നീയും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ നാട്ടുകാരിൽ ഒരു വലിയ വിഭാഗത്തിന് അറിഞ്ഞൂടാ.
മോൻ മരിച്ചു പോയപ്പോ തന്നെ രണ്ടുപേരും ചത്തുപോയി കാണുമെന്നായിരിക്കും കുറെ പേരുടെയെങ്കിലും ധാരണ. ഇനി ഒന്നും നടക്കില്ല എന്ന് ഞാനും കൂടി വിചാരിച്ചിരുന്നെങ്കിലോ, നീ കിടക്കുന്നത് പോലെ തന്നെ വേറൊരു കട്ടിലിൽ എനിക്കും കിടക്കാമായിരുന്നു. പക്ഷെ ഞാൻ തീരുമാനിച്ചത് മറിച്ചാ. അതിന്റെ തീയും പുകയും അല്ലേ ലക്ഷ്മി നമുക്ക് ചുറ്റും കാണുന്നത്. അധികം വൈകാതെ നല്ല കനത്തിലുള്ളൊരു വാർത്ത കേൾക്കാം. ഒട്ടും മോശമാവില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. മതി. കുറച്ചു നേരം കൂടി തിരുമാം, ആ നീരങ്ങ് പോട്ടെ. ഇത് മതിയാക്കാനല്ല പറഞ്ഞത്. ഈ പകയുടെയും പ്രതികാരത്തിന്റെയും കാര്യം എനിക്ക് കേൾക്കണ്ട. ഇനി മൈഥിലി വരുമ്പോ ഞാനിതങ്ങോട്ട് പറയാൻ പോവാ. അമ്മ വാത്സല്യം കൊണ്ട് നിനക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കാര്യം മാത്രമാണ് ലക്ഷ്മി. പക്ഷേ അങ്ങനെ എന്തെങ്കിലും തോന്നിയാ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന നമ്മുടെ മോനെ ഒന്ന് ഓർക്കണം. നിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അമ്മയായിരുന്നെങ്കിൽ അവനെ കൊന്നവനെ ശിക്ഷിച്ചിട്ട് മതി ബാക്കി എന്തുവെന്ന് പറഞ്ഞേനെ. നീ അത് പറയാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. തെളിവില്ലാതെ കൊല്ലാൻ പറ്റില്ലേ? പറ്റും ലക്ഷ്മി. എന്തായാലും മൈഥിലി വരുമ്പോ നീ വായ തുറക്കാൻ നിൽക്കണ്ട. തോറ്റുപോയെന്ന് എനിക്ക് തോന്നിയാ ഞാൻ ഈ നിഴലി ചവിട്ടുന്ന കളി അങ്ങ് അവസാനിപ്പിക്കും. എന്റെ മോന്റെ ജീവൻ എടുത്തവന്റെ നെഞ്ചിലൊരു കത്തി കുത്തി ഇറക്കിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങ് പോകും. നീ ഇവിടെ തനിച്ചായി പോവും, അവിടെ ഞാനും. വീട്ടവന് ഇങ്ങോട്ട് മാറി നിൽക്കാനാ പറഞ്ഞത്. ചേച്ചിയെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ. വെറുതെ എന്നെ പിടിച്ച് തള്ളിയതാ. എടാ കള്ളപ്പനുണ്ടല്ലോ, കണ്ണു ഞാൻ കുത്തി പിടിക്കും. എന്താ ഇവിടെ? ബഹളം കേട്ടിട്ടാ ഞാൻ വന്നത്. രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് തല്ലുകൂടുക. ചേച്ചി അമ്മയെ പറ്റി വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. അതാ എനിക്ക് ദേഷ്യം വന്ന. ഞാൻ നിന്നോട് എന്ത് പറഞ്ഞു? വീട്ടില് വഴക്കിന്റെ കാരണം അമ്മയാണെന്ന് ഉറങ്ങിയില്ലേ? അത് ശരിയല്ലേ? എന്നെ വെറുതെ പിടിച്ച് തള്ളിയതമ്മേ. മോളെ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് കാരണം അമ്മയാണോ? ചോദിച്ചത് കേട്ടില്ലേ? മോള് വാ. സാരംഗ് പോവാൻ വരട്ടെ. അവൾ അങ്ങനെ പറയാനുള്ളതിന്റെ കാരണം എന്താന്ന് എനിക്ക് അറിയണം. അത് പറഞ്ഞിട്ട് പോയാൽ മതി. കുട്ടികൾ നിഷ്കളങ്കരാണ്. അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നിയാ അവരതുപോലെ പറയും. അത്രേ ഉള്ളൂ. അവളെ പഠിപ്പിച്ചതാണോ? അതെ, പഠിപ്പിച്ചു. അതിന് തനിക്കെന്താ? അമ്മ പറയുന്ന നുണകളെ പിന്തുടരാൻ താനും ഒരാളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്ത് നുണ പറഞ്ഞു കൊടുത്തു? സാരംഗ്, മക്കള് തമ്മിലുള്ള വഴക്ക് തീർക്കാൻ അത് മാത്രം സംസാരിച്ചാൽ മതി. സംസാരം തുടങ്ങി വെച്ചതേ ഞാനല്ല. എന്തായാലും എന്റെ മോളെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ആ, എന്നാ പിന്നെ അച്ഛനും മോളും കൂടി എന്റെ മോനെയും കുറ്റം ചാരണ്ട. ഇവനെ കുറ്റം പറയുന്നത് എനിക്കും സഹിക്കില്ല. മോള് വാ. അച്ഛാ, ആ എരുമേലി ഭാഗത്ത് നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നില്ലേ? അച്ഛനത് വിറ്റായിരുന്നോ? അതവിടെ തന്നെ കിടപ്പുണ്ടല്ലോ. ഒരു നോട്ടക്കാരനെ വെച്ചിട്ടുള്ളുണ്ട്. ഞാനധികം പോകാറില്ല. അതെത്രയുണ്ടാവും? അതൊരു 64 സെന്റ് ഉണ്ടാവും. ഓ, അപ്പോ പള്ളിയൂർ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള അത്രയില്ല. ആര് പറഞ്ഞു? പള്ളിയൂർ ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ 34 സെന്റല്ലേ ഉള്ളൂ. എരുമേലിയില കൂടുതൽ. പള്ളിയൂര് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലാവുമ്പോ നല്ല വില ഉണ്ടാവില്ലേ? ഒരു 5-6 ലക്ഷമൊക്കെ കാണില്ലേ സെന്റിന്? 5-6 ലക്ഷം, ഏറ്റവും കുറഞ്ഞത് 12 ലക്ഷമെങ്കിലും വരും. ഓ, അത് ശരി. അല്ലാതെ വേറെ എവിടേക്കാ അച്ഛൻ വാങ്ങിക്കൂട്ടിട്ടുള്ളേ? നീ അറിയാത്ത സ്ഥലങ്ങളൊന്നും എനിക്കില്ല. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഏകദേശം എനിക്കൊരു ധാരണയുണ്ട്. വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റോ മറ്റോ ഉണ്ടോ മിസ്റ്റർ രംഗനാഥന്? ഉണ്ട്. സ്വിസ് ബാങ്കിലെ കുറച്ച് ഡോളേഴ്സ് കിടപ്പുണ്ട്. കൃത്യമായ കണക്ക് എനിക്കറിയില്ല. നാളെ ഒന്ന് വിളിച്ച് ചോദിക്കേണ്ടി വരും. അല്ല, ഇതെന്താ ഇപ്പൊ ഈ സംഭവം? ഒന്നുമില്ല അച്ഛാ, അച്ഛൻ എന്തുണ്ടെങ്കിലും അത് എനിക്കുള്ളതാണല്ലോ.
അച്ഛൻ തന്നെ പറയാറില്ലേ നമ്മുടെ കയ്യിലിതേ ഇത്ര ഉണ്ടെന്ന് ഒരു കണക്ക് നമുക്കുണ്ടാവണമെന്ന്. അതെനിക്കും വേണ്ടേ? എടി ഭയങ്കരി, മതി മതി, ഇനി നീ മസാജ് ചെയ്യണ്ട. ഇല്ല അച്ഛാ, ഇരിക്കട്ടെ. വേണ്ട പൊന്നുമോളെ, നീ സ്നേഹിച്ചു തുടങ്ങുമ്പോഴേ എനിക്ക് പേടിയാ. അതച്ഛാ, അരുണിന് കാര്യമായിട്ട് നീക്കിയിരിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ ഉള്ളത് ഞാനല്ലേ ചിന്തിക്കേണ്ടത്. അതിനെന്താ, നിന്നെ ഒരു നല്ല ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാ അച്ഛൻ കാശിക്ക് പോയിക്കോളെന്നാ. മര്യാദയ്ക്ക് ഇവിടെ നിന്നാ മതി. ഞങ്ങൾക്ക് അച്ഛനെ സ്നേഹിക്കാനും കാര്യങ്ങൾ നോക്കി നടത്താനൊക്കെ ആഗ്രഹം കാണില്ലേ? അത് മാത്രല്ല, വല്ലപ്പോഴൊക്കെ നല്ലൊരു ഫുഡ് കഴിക്കണ്ടേ? അപ്പോ അച്ഛൻ അടുക്കളയിൽ ഇല്ലാതിരുന്ന എങ്ങനെയാ? എന്റെ വായിന്നൊന്നും കേൾക്കണ്ട, എഴുന്നേറ്റ് പൊയ്ക്കോ. രഞ്ജിത്ത്, എനിക്ക് സംസാരിക്കണം. എന്നോടോ? പിന്നെ ആരോട്? എനിക്കറിയില്ല. സംസാരിക്കാൻ ധാരാളം ആളുകളുള്ളപ്പോ ഞാൻ മാത്രമാണ് കേൾവിക്കാരനെന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ. നാണോ ഇല്ലേ രഞ്ജിത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ? സാരംഗ് ഇവിടെ വന്നതും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതും ആണോ പ്രശ്നം? സാരംഗിനോട് ഞാൻ അല്പം മോശമായിട്ട് പെരുമാറി. അത് തന്നെ കൂടുതൽ വേദനിപ്പിച്ചോ? രഞ്ജിത്ത്, ഇതിൽ കൂടുതൽ ഒരക്ഷരം മിണ്ടരുത്. സാരംഗിനെ ഞാൻ വിളിച്ചു വരുത്തിയതാ, അതിൽ സംശയമൊന്നും വേണ്ട. പക്ഷെ അതെനിക്ക് സാരംഗിനെ കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല. എന്നെ സാരംഗിനെ കുറിച്ച് എന്തെങ്കിലും രഞ്ജിത്തിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിട്ടാ. അല്ലാതെ സാരംഗിന്റെ കാര്യത്തിൽ എനിക്ക് രഞ്ജിത്തിന്റെ അടുത്ത് കള്ളം പറയേണ്ട കാര്യമില്ല. സാരംഗിന്റെ കാര്യത്തില് താൻ എന്നോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ലേ? ഇല്ല. ഉണ്ട്. എന്നാ പറ. ഏതു ഇവിടെ വന്നതിന് ശേഷം താൻ സാരംഗിനെ കണ്ടിരുന്നോന്ന് ഞാൻ ചോദിച്ചില്ലേ? അതിന് താൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഇല്ല. പക്ഷെ എന്തായിരുന്നു യാഥാർത്ഥ്യം? നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, സംസാരിച്ചില്ലേ? അതിന്റെ പേരിൽ സാരംഗ് വീട്ടിനകത്ത് ബഹളം ഉണ്ടാക്കിയില്ലേ? അതെന്തിനാ എന്നോട് മറച്ചു വെച്ചത്? അപ്പോ അത് പറഞ്ഞ രഞ്ജിത്ത് ദേഷ്യപ്പെടുന്നു ഞാൻ പേടിച്ചു. അതുകൊണ്ടാ പറയാതിരുന്നത്. രഞ്ജിത്തിന് ദേഷ്യം വരുമെന്ന് പേടിച്ചു, രഞ്ജിത്തിന് സങ്കടം വരുമെന്ന് പേടിച്ചു. എല്ലാം ചെയ്യുന്നത് രഞ്ജിത്തിന് വേണ്ടി മാത്രമാണല്ലോ. കൊള്ളാടോ? നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഈ രാത്രി കൊണ്ട് സംസാരിച്ച് തീർത്തേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. അങ്ങനെ ഒരു ഉറപ്പ് കിട്ടി അല്ലേ? എന്തുറപ്പ്? എന്തുറപ്പിന്റെ കാര്യം രഞ്ജിത്ത് ഇപ്പൊ പറഞ്ഞത്? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളെയാണല്ലോ ഞാൻ സിൻസിയർ ആയിട്ട് സ്നേഹിച്ചതെന്ന് ആലോചിക്കുമ്പോ. മതി. സിൻസിയോറിറ്റി എന്ന വാക്കിന് ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും കൊടുക്കണ്ട. ആ വാക്ക് എന്ത് പഴിച്ചു? രഞ്ജിത്ത്, എന്റെ നെഞ്ചിൽ തൊട്ട് സത്യം ചെയ്ത് ഞാൻ പറയാ, നമുക്കിടയിൽ നമ്മുടെ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ആരുമില്ല. ഇനി രഞ്ജിത്തിന് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. തെറ്റ് ചെയ്തെങ്കിൽ താൻ എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോ. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് നാളെ രഞ്ജിത്തിന് സങ്കടപ്പെടേണ്ടി വരും. എനിക്കൊരു സങ്കടവും തോന്നുന്നില്ല. എന്നെക്കുറിച്ച് ആരെങ്കിലും സങ്കടപ്പെട്ടാലേ ഉള്ളൂ. കാരണം എന്നെപ്പോലെ ഗതികെട്ടവന്മാർക്ക് ജീവിതം പറഞ്ഞിട്ടില്ല. ഒട്ടും വിലയില്ലാതെ വരുമ്പോ കയ്യിൽ വില പിടിച്ചത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് നഷ്ടപ്പെടും. പിന്നെ ഒരു ശൂന്യത. എനിക്ക് വയ്യന്നേ. എനിക്ക് നരകം പിടിച്ച ജീവിതവും നാശം പിടിച്ച സംസാരം ഒന്നും വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. ഈ വൃത്തികെട്ട കരച്ചിലൊന്ന് നിർത്താമോ? എനിക്കൊന്ന് ഉറങ്ങണം. അത് നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി.